ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ഫഡ്നാവിസ് നായകൻ, ഒപ്പം നയിക്കാൻ പവാറും ഷിൻഡെയും. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാർ അധികാരമേറ്റു. മുംബൈ മഹാരാഷ്ട്രയിൽ നേടിയ വൻവിജയത്തിന്റെ കരുത്തിൽ മഹായുതി സഖ്യം അധികാരമേറ്റു. ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മൂന്നാം തവണയാണ് ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ, എൻ.സി.പി. നേതാവ് അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ആസാദ് മൈതാനത്ത് തയ്യാറാക്കിയ പന്തലിൽ വൈകിട്ട് 5:30 സത്യപ്രതിജ്ഞ. 288 സീറ്റിൽ 235 നേടി മഹാവിജയം നേടിയിട്ടും ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും ദിവസങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ ചർച്ചകൾക്കും മുഖ്യമന്ത്രി ആരെന്ന സസ്പെൻസുകൾക്കുമൊടുവിലാണ് ഫഡ്നാവിസ് സർക്കാർ അധികാരത്തിലേറിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്രമന്ത്രിമാർ, എൻ.ഡി.എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ബോളിവുഡ് താരങ്ങൾ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിമാസം 1500 രൂപ ലഭിക്കുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ പ്രതിനിധികളായി 5000 സ്ത്രീകളും സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചു. യാത്ര ആഡംബര കാറിൽ, ലക്ഷങ്ങൾ വായ്പ തീർക്കാൻ ഒറ്റ ദിവസം. ഗഫൂറിൽ നിന്ന് മന്ത്രവാദിനി സംഘം തട്ടിയത് 596 പവൻ. കാസർകോട്, പൂച്ചക്കാട്ടെ നിർണായക വഴിത്തിരിവ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച എം.സി. അബ്ദുൽ ഗഫൂറിന്റെ ഗഫൂർ ഹാജി 55 മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയും ഭർത്താവും 2 സ്ത്രീകളും അടക്കം 4 പേരെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. സ്വർണം കൈക്കലാക്കിയ ഈ സംഘം ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. മരണത്തിനു പിന്നാലെ കാണാതായ 596 പവൻ ആഭരണങ്ങൾ വാങ്ങിയവരെ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചു. ജില്ലയിലെ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് ആഴ്ചകൾക്കു മുൻപ് ഇതു സംബന്ധിച്ച് മൊഴിയെടുത്തിരുന്നു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 1-ാം പ്രതി ഉബൈദ്, 38, 2-ാം പ്രതിയും ഉബൈദിന്റെ ഭാര്യയുമായ ജിന്നുമ്മയെന്ന് അറിയപ്പെടുന്ന ഷമീമ, 38, 3-ാം പ്രതി അസ്നിഫ, 34, 4-ാം പ്രതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആയിഷ, 40 എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി ഡി. ശില്പിയുടെ നിർദ്ദേശപ്രകാരം DCR BDYSP KJ ജോൺസൺ, ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമ്മയുടെയും ഇവരുടെ ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്നു ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചത്. ജിന്നുമ്മയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് കണ്ടെത്തി. ഇതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ബാങ്കിലെ അക്കൗണ്ട് വിവരങ്ങളിലേക്ക് എത്തിയ പണമിടപാടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയിരുന്നത്. തുടർന്ന് അക്കൗണ്ടിലെ മുഴുവൻ വിവരങ്ങളും ബാങ്കിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ പോലീസ് സംഘം മർദ്ദിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ് 3-ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. വനിത പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ആരോപണ വിധേയരായ സ്ത്രീകളെ വിശദമായി ചോദ്യം ചെയ്തത്. പോലീസ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തൊഴിലില്ലാത്ത സ്ത്രീകളായ ഇവർ വാടക വീടുകളിലാണ് താമസിക്കുന്നതെന്നും ആഡംബര കാറുകളിലാണ് യാത്രകളെന്നും വാഹനത്തിനു വായ്പയില്ലെന്നും കണ്ടെത്തി. ഈ അക്കൗണ്ടിലേക്ക് എത്തിയ പണമിടപാടുകളെക്കുറിച്ചാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഹാജിയെ കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുണ്യമാസത്തിലെ 25-ാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്നുതന്നെ മൃതദേഹം കബറടക്കി. പിറ്റേന്നു മുതൽ ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷിച്ചു ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആകെ 596 പവൻ നഷ്ടമായെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം തിരിച്ചറിയുന്നത്. മകന്റെ പരാതിക്കു പിന്നാലെ ഏപ്രിൽ 27-ന് കബറിടത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. പിറ്റേന്ന് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മെയ് 24-ന് CH കുൻപു MLAയുടെ നേതൃത്വത്തിൽ കർമ്മസമിതി പൂച്ചക്കാട് സദസ്സ് നടത്തി. ജൂണിൽ 10,000 പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്കും DGPക്കും നേരിട്ട് നൽകി. പിന്നീട് ജില്ലയിലെത്തിയ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പൂച്ചക്കാട്ടെ വീട്ടിലെത്തി. കഴിഞ്ഞ ജനുവരി 23-ന് ബേക്കൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ കർമ്മസമിതി ധർണയും മാർച്ച് 5-ന് ബേക്കൽ സ്റ്റേഷനു മുന്നിൽ അമ്മമാരുടെ കണ്ണീർ സമരവും നടന്നു. അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് 40ഓളം പേരെ ചോദ്യം ചെയ്തു. 2023 ഏപ്രിൽ 14-ന് ശേഷം ഗൾഫിലേക്കു കടന്ന ചിലരെ തിരികെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ശ്രമവുമുണ്ടായി. മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ദുർമന്ത്രവാദം നടത്തുന്ന മാങ്ങാടിനടുത്തെ യുവതിയെയും ഇവരുടെ പങ്കാളിയായ യുവാവിനെയും സംശയിക്കുന്നതായാണ് മകൻ നൽകിയ പരാതിയിലുള്ളത്. ഇവർ നുണ പരിശോധനയ്ക്ക് ആദ്യം സമ്മതം അറിയിച്ചെങ്കിലും പിന്നീട് കോടതിയിൽ വിസമ്മതിച്ചു. ദുർമന്ത്രവാദിനിയുടെ സഹായികളായ മധുർ, പൂച്ചക്കാട് സ്വദേശിനികളായ 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തിരുന്നു. തലയ്ക്കും വൃക്കയ്ക്കും ക്ഷതം. കളർക്കോട്ട് അപകടത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. മരണം 6 ആലപ്പുഴ കളർക്കോട്ട് വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എടത്വ പള്ളിച്ചിറയിൽ ആൽവിൻ ജോർജ് 20 ആണ് മരിച്ചത്. ഇതോടെ കളർക്കോട് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 6.
ഗുരുതരാവസ്ഥയിലായിരുന്ന ആൽവിനെ ഇന്നലെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലയ്ക്കും ശ്വാസകോശത്തിനും വൃക്കയ്ക്കും ക്ഷതം സംഭവിച്ച ആൽവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചിരുന്നില്ല. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് എറണാകുളത്തേക്ക് ആൽവിനെ മാറ്റിയത്. തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ കളർക്കോട് MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടതും 5 പേർ മരിച്ചതും. അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാര് പൂർണ്ണമായും തകർന്നു. 11 പേരാണ് കാറിലുണ്ടായിരുന്നത്. 2 പേര് ബൈക്കിലും ഇവർക്കൊപ്പമെത്തിയിരുന്നു. സിനിമയ്ക്ക് പോകാന് വേണ്ടിയായിരുന്നു കാറുമായി വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത്. ഇതിനിടെയാണ് അപകടമുണ്ടായത്. ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് പഠനം, പ്രോബ 3 വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ട യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനില് വൈകുന്നേരം 4:04 വിക്ഷേപണം. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട്ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും ബാക്കി നിൽക്കെ മാറ്റിവച്ചിരുന്നു. സൗരപര്യവേഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേസമയം ISRO വിക്ഷേപിച്ചത്. കൊറോണഗ്രാഫ്, ഒക്യുൾട്ടർ എന്നിങ്ങനെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പ്രോബ കുതിച്ചത്. ഇന്നലെ ഇരട്ട ഉപഗ്രഹങ്ങളിലെ കൊറോണോഗ്രാഫ് പേടകത്തിലാണ് അവസാന മണിക്കൂറില് പ്രശ്നം കണ്ടെത്തിയത്. ISROയുടെ കൊമേഴ്സ്യല് വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡും NSAയില് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ESA സഹകരിച്ചാണ് പ്രോബ 3 ദൗത്യം നയിക്കുന്നത്. സൂര്യന്റെ അന്തരീക്ഷത്തില് ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ 3ലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. നിശ്ചിത ഉയരത്തില് ഒരു പേടകത്തിനു മുന്നില് മറ്റൊരു പേടകം വരുന്ന തരത്തില് പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണഗ്രാഫും ഒക്യുൾട്ടറും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക. ഒഴിവായത് വൻ ദുരന്തം. കോഴിക്കോട് എലത്തൂർ ഇന്ധന ചോർച്ച സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ജില്ലാ കളക്ടർ. കോഴിക്കോട് എലത്തൂർ ഇന്ധന ചോർച്ചയിൽ HPCLന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. ഒഴിവായത് വലിയ ദുരന്തമാണെന്നും HPCLലെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡീസൽ ചോർച്ചയുടെ വ്യാപ്തി ചെറുതല്ല. ജലാശയങ്ങൾ മലിനമായിട്ടുണ്ട്. എല്ലാം ശുചീകരിക്കാൻ അതിവേഗ നടപടി സ്വീകരിക്കും. മുംബൈയിൽ നിന്ന് കെമിക്കൽ കൊണ്ടുവന്ന് ജലാശയം വൃത്തിയാക്കും. മണ്ണിൽ കലർന്നെടുത്തും ഉടൻ വൃത്തിയാക്കും. ആദ്യ കടമ്പ മാലിന്യം മുക്തമാക്കുകയാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയും വിശ്വാസത്തിലെടുത്തുമായിരിക്കും നടപടികൾ. നാട്ടുകാരുടെ സഹകരണം ഉറപ്പാക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഫാക്ടറീസ് നിയമം പ്രകാരം HPCLന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ആദ്യ സ്മാർട്ട് ഗ്യാലറി കോഴിക്കോട്ട് ഒരുങ്ങി. ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. കോഴിക്കോട് സ്കൂൾ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കോഴിക്കോട്ടെ സർക്കാർ വിദ്യാലയത്തിൽ സ്മാർട്ട് ആർട്ട് ഗ്യാലറി ഒരുങ്ങി. സർക്കാർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കേരള ലളിതകലാ അക്കാദമി നടപ്പാക്കുന്ന ആദ്യത്തെ സ്കൂൾ സ്മാർട്ട് ആർട്ട് ഗ്യാലറിയാണ് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലൊരുങ്ങിയത്. ഗ്യാലറി ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്ര അറിവ് പകർന്നു നൽകുന്ന സ്ഥിരം പ്രദർശനത്തോടൊപ്പം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് യഥേഷ്ടം ചിത്രപ്രദർശനങ്ങൾ നടത്താവുന്ന രീതിയിലാണ് ഗ്യാലറിയുടെ സജ്ജീകരണം. ക്ലാസ് മുറിയിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളായ ഫാൾസ് വാൾ, ട്രാക്ക് ലൈറ്റ്, ഓഡിയോ, വീഡിയോ എക്സിബിറ്റ്സ് എന്നിവ ഉൾപ്പെടുത്തിയാണ് ഗ്യാലറി ഒരുക്കിയിട്ടുള്ളത്. ഗ്യാലറിയുടെ സംരക്ഷണം സ്കൂൾ അധികൃതർക്കാണ്. ആവശ്യമായ നിർദ്ദേശങ്ങൾ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലുള്ളവർ നൽകും. വർഷങ്ങൾക്കു മുമ്പ് 90-ൽ താഴെ കുട്ടികളുമായി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ കാരപ്പറമ്പ് സ്കൂൾ ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്കാകെ മാതൃകയാണ്. അന്താരാഷ്ട്ര സ്കൂളുകളോട് കിടപിടിക്കുന്ന ആദ്യ ഹരിത ക്യാമ്പസ് സ്കൂളിലാണ് ആദ്യത്തെ സ്മാർട്ട് ഗ്യാലറിയും ഒരുങ്ങുന്നത്. ഓരോ ജില്ലയിലെയും ഒരു സ്കൂളിൽ ആർട്ട് ഗ്യാലറി നിർമ്മിക്കുകയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. ഇതിന്റെ 1ാം ഘട്ടമെന്ന നിലയിലാണ് കാരപ്പറമ്പ് സ്കൂളിൽ ഗ്യാലറി നിർമ്മിച്ചത്. കോഴിക്കോട്ടെ പ്രശസ്ത വ്യക്തികളുടെ പോർട്രേറ്റുകൾ, പല കാലങ്ങളിലായി കോഴിക്കോട്ട് എത്തിച്ചേർന്ന വിവിധ വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരണം, ദേശചരിത്രം അടിസ്ഥാനമാക്കിയുള്ള മ്യൂറൽ എന്നിവ സ്ഥിരം പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളീകൃഷ്ണൻ പറഞ്ഞു. അടുത്തതായി ആലപ്പുഴ ജില്ലയിലെ കലവൂർ സ്കൂളിലാണ് സ്മാർട്ട് ഗ്യാലറി ഒരുങ്ങുക. ഫിൻജാൽ കേരളത്തിൽ പച്ചക്കറി വില കുതിക്കുന്നു. പാലക്കാട് അപ്രതീക്ഷിതമായി വീശിയടിച്ച ഫിൻജാൽ ചുഴലിക്കാറ്റിലും ശക്തമായ മഴയിലും തമിഴ്നാട്ടിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചതോടെ കേരളത്തിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി വലിയ ഉള്ളി, വെളുത്തുള്ളി, നാളികേരം എന്നിവയുടെ വില താഴാതെ നിൽക്കുകയാണ്. ഒക്ടോബറിൽ 35 രൂപയുണ്ടായിരുന്ന വലിയ ഉള്ളിക്ക് ഇപ്പോൾ 65 മുതൽ 80 വരെ രൂപ വരെ വിലയുണ്ട്. മാസങ്ങളായി 300-330 രൂപയുണ്ടായിരുന്ന വെളുത്തുള്ളി ഇപ്പോൾ 420 രൂപയിലെത്തി. മണ്ഡലകാലമായാൽ പച്ചക്കറിക്ക് പൊതുവെ വിലയേറുമെങ്കിലും ഇത്തവണ കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോഡുകൾ വരാത്തതാണ് വില വർധനയ്ക്ക് കാരണം. പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാർക്ക് സഹായകമാകേണ്ട ഹോർട്ടികോർപ്പ് സ്റ്റാളുകളും സർക്കാർ പച്ചക്കറി ചന്തകളുമെല്ലാം പേരിലൊതുങ്ങുകയാണ്. മുരിങ്ങായ 400 രൂപ, നാളികേരം 70, തക്കാളി 50, അമര 80, ചെറിയ ഉള്ളി 80 എന്നിങ്ങനെയാണ് മറ്റിനങ്ങളുടെ വില.
ഇഞ്ചി, പച്ചമുളക് എന്നിവയ്ക്ക് കാര്യമായി വില വർധന ഉണ്ടായിട്ടില്ല. പച്ചക്കറിക്കു പുറമെ നേന്ത്രപഴത്തിനും 70 മുതൽ 75 വരെ രൂപയായിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രാദേശികമായി പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതും തിരിച്ചടിയായി. സംസ്ഥാനത്തെ പച്ചക്കറി വിപണിയിൽ 70% അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ്. സവാളയും ഉരുളക്കിഴങ്ങും ചെറിയുള്ളിയും കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും പച്ചക്കറികൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഉടുമൽപേട്ട, ഒട്ടൻചത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ്. വില ഇങ്ങനെ: മുരിങ്ങായ 400 രൂപ, തക്കാളി 50 രൂപ, വലിയ ഉള്ളി 65 രൂപ, ചെറിയ ഉള്ളി 80 രൂപ, വെളുത്തുള്ളി 420 രൂപ, ഉരുളക്കിഴങ്ങ് 50 മുതൽ 58 വരെ രൂപ, തേങ്ങ 70 രൂപ, വെണ്ടയ്ക്ക 44 രൂപ, പാവയ്ക്ക 40 രൂപ, വെള്ളരിക്ക 40 രൂപ, പടവലം 40 രൂപ, വഴുതനങ്ങ 48 രൂപ, ക്യാരറ്റ് 55 മുതൽ 60 വരെ രൂപ, ചേമ്പ് 100 രൂപ, ചേന 68 രൂപ, മത്തൻ 20 രൂപ, പച്ച ഏത്തൻ 70 രൂപ, ബീറ്റ്റൂട്ട് 50 മുതൽ 60 വരെ രൂപ, ബീൻസ് 60 രൂപ, പയർ 50 രൂപ, ഇഞ്ചി 80 രൂപ, ചെറുനാരങ്ങ 80 രൂപ. ഇരുചക്ര വാഹനത്തിൽ 2-ൽ കൂടുതൽ പേർ കടുത്ത നടപടി, ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിൽ അപകടകരമായ രീതിയിലും നിയമലംഘനം നടത്തിയും യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ മോട്ടോർ വാഹന വിഭാഗം നടപടി സജീവമാക്കി. സ്കൂൾ സമയത്തിനു മുൻപും വൈകിട്ടും 3-4 യാത്രക്കാരെ ഇരുത്തി ഇരുചക്ര വാഹനം ഓടിക്കുന്നത് കണ്ടെത്തുന്നതിനാണ് നടപടി കടുപ്പിച്ചത്. വെള്ളിമാടുകുന്ന് JDET സ്കൂൾ പരിസരത്തുനിന്നു 4 പേരുമായി യാത്ര ചെയ്ത സ്കൂട്ടർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ നടപടിയെടുത്തെങ്കിലും സ്കൂട്ടർ പിന്നീട് സ്കൂൾ പരിസരത്തുനിന്ന് പിടികൂടുകയായിരുന്നു. വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 3 പേരെ കയറ്റി യാത്ര ചെയ്ത മറ്റു 3 പേരുടെ ലൈസൻസും RTO നസീറിന്റെ നിർദ്ദേശത്തിൽ സസ്പെൻഡ് ചെയ്തു. രൂപമാറ്റം വരുത്തി സർവീസ് നടത്തിയ വാഹനങ്ങളും കണ്ടെത്തി നടപടിയെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. AMAമാരായ AK മുസ്തഫ, R റിനിരാജ്, VP രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. നീലേശ്വരം സ്കൂളിൽ അധ്യാപക ഒഴിവ്. മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ജൂനിയർ വിഭാഗത്തിൽ താത്കാലിക അധ്യാപകനെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം വെള്ളിയാഴ്ച രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വടംവലി മാമാങ്കം ശനിയാഴ്ച തിരുവമ്പാടി ഗാലക്സി തിരുവമ്പാടി അണിയിച്ചൊരുക്കുന്ന 16ാമത് അഖില കേരള ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് വടംവലി മാമാങ്കം തിരുവമ്പാടി സെക്രട്ടറി ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. 2 കാറ്റഗറി ആയിട്ടാണ് മത്സരങ്ങൾ. കാറ്റഗറി 1 450 കിലോഗ്രാം. 1-ാം സമ്മാനം 50,000 രൂപയും പോത്തുകുട്ടനും 2-ാം സമ്മാനം 35,000 രൂപയും മുട്ടനാടും 3-ാം സമ്മാനം 25,000 രൂപയും 4-ാം സമ്മാനം 15,000 രൂപയും തുടർന്ന് 16-ാം സ്ഥാനം വരെ ക്യാഷ് പ്രൈസുകൾ. കാറ്റഗറി 2-ൽ ഹെവി വെയ്റ്റ് പോരാട്ടങ്ങൾ നടക്കുന്നതാണ്. ഗോവർധിനി കന്നുകുട്ടി പരിപാലന പദ്ധതി ഓമശ്ശേരിയിൽ തുടക്കമായി. ഓമശ്ശേരി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർധിനി ഓമശ്ശേരിയിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ആദ്യഘട്ട കാലിത്തീറ്റ വിതരണം ചെയ്തു. ജനന രജിസ്റ്ററിൽ പേര് ചേർത്ത 4 മുതൽ 6 മാസം വരെ പ്രായമുള്ള കന്നുകുട്ടികൾക്കാണ് പദ്ധതി വഴി ആനുകൂല്യം നൽകുന്നത്. 4 മാസം മുതൽ 2 വയസ്സ് വരെ 50% സബ്സിഡി നിരക്കിൽ പ്രോട്ടീൻ റിച്ച് കാലിത്തീറ്റ നിശ്ചിത അളവിൽ കർഷകർക്ക് നൽകുന്ന പദ്ധതിയാണിത്. ഏകദേശം 1.5 വയസ്സിൽ മതി ലക്ഷണം കാണിക്കുകയും 2.5 വയസ്സിൽ പാലുൽപാദനം തുടങ്ങുകയും ചെയ്യുന്ന രീതിയിൽ പശുക്കളെ പ്രാപ്തമാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒരു കർഷകന് 12,500 രൂപയുടെ ആനുകൂല്യമാണ് പദ്ധതി കാലയളവിൽ ലഭിക്കുക. 32 മാസം പ്രായം വരെ പദ്ധതിയിലുൾപ്പെട്ട പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാവും. ഇതുമൂലം ഉരുക്കൾ മരണപ്പെടുകയോ ഗർഭം ധരിക്കാതിരിക്കുകയോ ചെയ്താൽ പ്രായത്തിന് ആനുപാതികമായി നഷ്ടപരിഹാരം ലഭിക്കും. കാലിത്തീറ്റയുടെ വില വർധനവും പാലുൽപാദനത്തിലെ കുറവും നിമിത്തം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ക്ഷീര കർഷകർക്ക് പദ്ധതി ഏറെ ഗുണം ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ഓമശ്ശേരി ഗവൺമെന്റ് വെറ്ററിനറി ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ഓമശ്ശേരി ക്ഷീരസംഘം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓമശ്ശേരി ക്ഷീരസംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസൺ ബലക്കണ്ടി ഗോവർധിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് K കരുണാകരൻ മാസ്റ്റർ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. കുന്നമംഗലം സർക്കിൾസ് LBP വെറ്ററിനറി സർജൻ ഡോക്ടർ പ്രമോദ് പദ്ധതി വിശദീകരിച്ചു. ഓമശ്ശേരി ഗവൺമെന്റ് ഡിസ്പെൻസറി വെറ്ററിനറി സർജൻ ഡോക്ടർ KV ജയശ്രീ സ്വാഗതവും ഓമശ്ശേരി ക്ഷീരസംഘം സെക്രട്ടറി PM കേശവൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. കോടഞ്ചേരി മുറമ്പാത്തി പാലം തലയ്ക്കൽ സെബാസ്റ്റ്യൻ 95 നിര്യാതനായി. സംസ്കാരം ഇന്ന് 2:30-ന് ഭവനത്തിൽ ആരംഭിച്ച് തിരുവമ്പാടി സെക്രട്ടറി ഹാർട്ട് ദേവാലയ സിമിത്തേരിയിൽ നടന്നു. ഭാര്യ അന്നക്കുട്ടി, മക്കൾ ജോസ്, മോളി എലിസബത്ത്, ഷൈനി, കൊച്ചുത്രേസ്യ, മരുമക്കൾ ടോമി നെടുങ്കൊമ്പേൽ, തിരുവമ്പാടി രാജു ആനന്ദശ്ശേരി, കൂടരഞ്ഞി LC പുളിക്കണ്ടത്തിൽ, കക്കാടമ്പൊയിൽ മേഴ്സി വേനക്കുഴി, കൂരാച്ചുണ്ട്.
കുന്നമംഗലം മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കളത്തിൽ കെ.ജെ. ജോസഫ് 75 അന്തരിച്ചു. സംസ്കാരം നാളെ 6 ഡിസംബർ 24 ഉച്ചയ്ക്ക് 2:30 കുന്നമംഗലത്തുള്ള ഭവനത്തിൽ ആരംഭിച്ച് 5 വലിയകൊല്ലി സെന്റ് അൽഫോൻസ പള്ളിയിൽ. ഭാര്യ മേരിയമ്മ പുളിക്കുന്നുതുണ്ടിയിൽ കുടുംബാംഗം. മക്കൾ ജോമെക്സ്, UK, ടോമെക്സ്, വലിയകൊല്ലി ആൻഡെക്സ്, സ്കോട്ടുണ്ട്. മരുമക്കൾ റെക്സി, UK, ആലീസ്, ചങ്ങനാശ്ശേരി, സാന്ദ്ര, തളിപ്പറമ്പ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.